നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ഉണ്ടായ രണ്ട് അപകടങ്ങളുടെ വാർത്തയിലേക്ക് വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. കൊല്ലം ആര്യങ്കാവിലാണ് ഒരു അപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ആറ്റിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചിരിക്കുന്നു. തമിഴ്നാട് സേലം സ്വദേശി ധനപാലാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ലോറിയുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെയാണ് ബസ് മറിഞ്ഞത്. ഏകദേശം രാവിലെ 3:45 കൂടിയാണ് ഈ ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചത്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ആണ് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് തൊഴുത ഭക്തന്മാർ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവിലേക്ക് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറിയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഏതാണ്ട് 25ഓളം ആളുകൾ അയ്യപ്പ ഭക്തന്മാർ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. ഏതാണ്ട് 15-20ഓളം ആളുകൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനം ഇടിച്ച് തോട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറി ഈ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തോട്ടിലേക്ക് തെറിപ്പിച്ചേക്കുക. അപ്പം നിരന്തരമായിട്ട് ഈ മേഖലയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പലതവണ ചർച്ച ചെയ്തിട്ട് പോലും ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യം. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, പുലർച്ചെ 3:30 അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. സങ്കടകരമായൊരു കാര്യമാണ്. അയ്യപ്പ ഭക്തരെല്ലാം ഒന്നും അറിയാതെ ഉറങ്ങുന്ന സമയത്തായിരിക്കണം ബസ് ഇടിച്ചതും തോട്ടിലേക്ക് മറിഞ്ഞതുമൊക്കെ. മരിച്ച ഒരാൾ ഒപ്പം 2 പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. അവരുടെ ആരോഗ്യനില വേഗത്തിൽ തന്നെ ഇവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചോ? ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ ലിജോ? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 3:45 കൂടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ആര്യൻകാവിൽ നടന്നത്. ആര്യൻകാവ് ചെക്ക് പോസ്റ്റിന് സമീപത്തായിരുന്നു അപകടം ഉണ്ടായത്. അതായത് ചരക്ക് കയറ്റി വന്ന കേരളത്തിലേക്ക് ചരക്ക് കയറ്റി വന്ന ലോറിയും കേരളത്തിൽ നിന്നും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്ത അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യമെന്ന് പറയുന്നത്, ഇവർ ഈ ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ തമിഴ്നാട്ടിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ കൂടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സേലം സ്വദേശികളായിട്ടുള്ള ആളുകൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് ആ ഭാഗത്തേക്ക് പോയത്. അതായത് ആ ആര്യങ്കാവ് ഭാഗത്തേക്ക് പോയതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ ആ സമയമാകുമ്പോൾ ചരക്ക് കയറ്റി വന്ന ലോറിയുമായി ഇടിയുടെ ആഘാതത്തിൽ ഈ ബസ് സമീപത്തെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഏകദേശം 26ഓളം പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 21 പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് നിലവിലുള്ളത്. 2 പേരുടെ നില അതീവ ഗുരുതരമായതുകൊണ്ട് തന്നെ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അയാൾ സേലം സ്വദേശിയായിട്ടുള്ള ധനപാലിൻ്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ വേഗം തന്നെ ഇവരുടെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ അതിർത്തി ഒരു കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. നാട്ടുകാരും ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ആംബുലൻസുകാരെയൊക്കെ വിളിച്ചു വരുത്തിയാണ് ആശുപത്രിയിലേക്ക് വളരെ വേഗം മാറ്റാനായിട്ട് കഴിഞ്ഞത്. ഈ ശബരിമല സീസൺ ആയതോടുകൂടെ തന്നെ അതുവഴിയുള്ള യാത്രകൾ വളരെ ശ്രദ്ധിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടും അത് നടക്കുന്നില്ല. അമിത വേഗതയായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതൊരു പക്ഷേ ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ആ ലോറിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു അപകടം നടന്ന സമയത്ത് ആ ലോറി അത് ഇടിച്ച് തകരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുൻവശം ആകെ തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കാം അപകടം, ഒരു അമിത വേഗതയിൽ എത്തിയത് തന്നെ ആയിരിക്കാം അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ പോലീസ് തുടർ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സൈഫുദ്ദീൻ, എത്ര പേർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ലിജോ? അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവർക്ക് കാര്യമായ എന്തെങ്കിലും പരിക്കുകളുണ്ടോ? നിലവിൽ നമുക്ക് ആ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒപ്പം തന്നെ തെന്മല പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 21 പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുണ്ട്. ഒപ്പം തന്നെ 2 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല അതിനൊപ്പം തന്നെ ഉള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആകെ 24 പേരാണ്. പക്ഷേ നിസ്സാര പരിക്കുകളോടെ ചിലർ ഉണ്ട്. അവർക്ക് പ്രാഥമിക ശുശ്രൂഷ മാത്രം നൽകി. അങ്ങനെ 26ഓളം പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു കണക്ക്. ഇതിൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നതിൽ
കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ പുനലൂരിൽ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതീവ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയാണ്. ഇവരെല്ലാം തന്നെ സേലം ആ ഭാഗത്തുള്ള ആളുകൾ തന്നെയാണ്. അവർ എല്ലാവരും കൂടെ ചേർന്ന് വർഷാവർഷങ്ങളിൽ വരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണയും ശബരിമലയിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ തമിഴ്നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. ഈ പുലർച്ചെ സമയത്തൊക്കെ അപകടം വളരെയധികം വർദ്ധിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അമിത വേഗതയോടൊപ്പം ആരെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയാൽ പോലും അപകടത്തിന് കാരണമാകും. കാര്യം ഈ ആര്യൻകാവ് പാത എന്ന് പറയുന്നത് പലർക്കും അറിയുന്നത് പോലെ തന്നെ നിരവധി വളവുകളും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ചെങ്കുത്തകായ കയറ്റവും വളവുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ കൃത്യമായ ധാരണ ആ റോഡിനെ കുറിച്ചില്ലെങ്കിലും അത് അപകടത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ചരക്ക് കയറ്റി വന്ന ലോറിയാണ്. ആ കടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ നിരവധി പരാതികളാണ് ഈ ലോറികളുമായി ബന്ധപ്പെട്ട് നൽകുന്നതെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ഒരു അപകടമുണ്ടായിരിക്കുന്നു. കൃത്യമായ ഒരു അന്വേഷണം കൂടെ വേണം എന്നുള്ളൊരു കാര്യമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സൈഫുദ്ദീൻ. ശരി ലിജോ, എന്തായാലും ലിജോ സൂചിപ്പിച്ചതുപോലെ ഭക്തി നിർഭരമായ ഒരു മനസ്സോടെ ശാന്തിയും സമാധാനവും തേടി ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പുറപ്പെട്ട കുറേ പേർ അവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 3:30 മണിയാണ് സമയം. എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഒന്നും അറിയാത്തൊരു സമയത്താണ് അപകടമുണ്ടാകുന്നത്. ഒരാളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു, 2 പേരുടെ നില ഗുരുതരമാണ്. അവർ വേഗത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഈ സമയം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പരമാവധി യാത്രയുടെ സമയങ്ങളിൽ, രാത്രി യാത്രകളിൽ കൃത്യമായി കരുതൽ വാഹനം ഓടിക്കുന്നവർക്ക് വേണം. കാരണം ആ ഓടിക്കുന്നവരെയും കാത്ത് അവരിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ, ആ ജീവിതങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കുടുംബങ്ങളും മറുജീവിതങ്ങളും വേറെയും അത്രയും പേർ അവരെ ഒരാളിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അപ്പുറത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം വാഹനം ഓടിക്കുന്നവർക്ക് വേണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മൾ എല്ലാവരോടും പറയാറ്. അക്കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ്.